അച്ഛൻ്റെയും അമ്മയുടെയും മൊബൈൽ ഫോൺ കണ്ടെത്താൻ വേണ്ടി ഡാഡി മമ്മി എന്ന് മൊബൈൽ ഫോണിൽ കോൺടാക്ട് ലിസ്റ്റിൽ സെർച്ച് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയാണ് അപകടം. എൻ്റെ ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ അതിനകത്ത് ഹസ്ബൻഡ് 1, ഹസ്ബൻഡ് 2, ഹസ്ബൻഡ് 3 ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താ 3? അല്ല, ഹസ്ബൻഡിൻ്റെ 3 നമ്പേഴ്സാണ് എന്നാണ് പറഞ്ഞത്. നമുക്കൊരു ഗംഭീര പൂക്കളം നമ്മുടെ മൊബൈൽ ഫോണിൽ, നമ്മുടെ കൺമുന്നിൽ വീട്ടിൽ നമ്മളിടുന്ന ഒരു പൂക്കളവുമുണ്ട്. മൊബൈൽ ഫോണിലെ പൂക്കളത്തിൻ്റെ ഭംഗി ഉണ്ടാവില്ല വീട്ടിലിടുന്ന പൂക്കൾ. പക്ഷേ വീട്ടിലെ പൂക്കളത്തിന് ഒരു ഗന്ധമുണ്ട്, മൊബൈൽ ഫോണിലെ പൂക്കളത്തിന് ആ ഗന്ധമില്ല. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഗംഭീരമായി ചുംബിക്കുക. 24 മണിക്കൂറും ചുംബിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉത്സവമാണ് ഓണം. 24 മണിക്കൂറും ചുംബിക്കാൻ കഴിയണം മനുഷ്യൻ, അപ്പോഴാണ് അവൻ ദൈവത്തോളം ഉയരുന്നത്. അതെന്തോ ഒരു കിളി പോയതുപോലെ തോന്നുന്നുണ്ടോ? ആരെ ചുംബിക്കുന്ന പല കോടി തവണ ഞാൻ എന്ന് പറഞ്ഞാലും ഓരോ തവണ ഞാൻ എന്ന് പറയുമ്പോഴും ഈ ചുണ്ടുകൾ അകന്നു പോകും, ചുംബനം ഉണ്ടാകില്ല. ഓണം സത്യത്തിൽ അതൊന്നുമല്ല. ഓണം നമ്മളെ കാണുന്ന കേൾക്കുന്ന മലയാളികളോട് ഓണവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഓണം മറ്റ് പലതും. ഈ ഉത്സവങ്ങൾക്കെല്ലാമുള്ള പ്രതീകം അല്ലെങ്കിൽ കാരണം എന്നത് ഒരു വിജയത്തെ ആഘോഷിക്കുകയാണ്. ഒന്നുകിൽ ദൈവം വിജയിച്ച ഐതിഹ്യമാകാം, അല്ലെങ്കിൽ ഒരു രാജാവ് വിജയിച്ച ചരിത്രമാകാം, ഇതുമല്ലെങ്കിൽ ഒരു ഗോത്രവർഗം മറ്റൊരു ഗോത്രവർഗത്തിന് മേൽ നേടിയ വിജയമാകാം. ഓണം എന്ത് എന്ന് ചോദിച്ചാൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ടവൻ്റെ മടങ്ങി വരവിനെ ദേശീയോത്സവമായി കാണുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു ജനത നമ്മൾ മലയാളികളാണ്. ഓണം നമ്മൾ ഓരോ മലയാളിക്കും സന്തോഷത്തിൻ്റെയും കൂടിച്ചേരലിൻ്റെയും ഓർമ്മ പുതുക്കലിൻ്റെയും ഒക്കെ ആഘോഷമാണ്. ഇന്ന് നമ്മോടൊപ്പം ആ കൂടിച്ചേരലിനും ആ ഓർമ്മകൾ പുതുക്കാനുമൊക്കെയായി എത്തിയിരിക്കുന്നത് നമുക്കേറെ പരിചിതനായ, എല്ലാവർക്കും പ്രിയപ്പെട്ട, അറിവിനെ വിനോദത്തിലൂടെ നമ്മളിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപാണ്. സ്വാഗതം. നമസ്കാരം. സാറിന് ഈ ഓണം എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും ആദ്യം മനസ്സിലേക്ക് വരുന്നത്? ഓണം എന്നത് ഈ കൂടിച്ചേരലിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഉത്സവമാണെന്നാണല്ലോ അനിത പറഞ്ഞു തുടങ്ങിയത്. ഓണം സത്യത്തിൽ അതൊന്നുമല്ല. ഓണം നമ്മളെ കാണുന്ന കേൾക്കുന്ന മലയാളികളോട് ഓണവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഓണം മറ്റ് പലതുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലോകമെമ്പാടും ഉത്സവങ്ങളുണ്ട്. നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ പൊട്ടറ്റോ ഫെസ്റ്റിവൽ, പിങ്ക് ഫെസ്റ്റിവൽ, പംകിൻ ഫെസ്റ്റിവലൊക്കെ ഉണ്ട്. ഓറഞ്ച് ഫെസ്റ്റിവൽ ഫിൻലാൻഡിൽ, ഡെൻമാർക്കിൽ, സ്വീഡനിൽ, നോർവേയിൽ, ലക്സംബർഗിലൊക്കെ. ഈ ഫെസ്റ്റിവലുകളൊക്കെ നമ്മൾ ചികഞ്ഞ് അന്വേഷിച്ചു പോയാൽ പഴങ്ങളുടെ നിറങ്ങളുടെയൊക്കെ പേരിലുള്ള ഈ ഉത്സവങ്ങൾക്കെല്ലാമുള്ള പ്രതീകം അല്ലെങ്കിൽ കാരണം എന്നത് ഒരു വിജയത്തെ ആഘോഷിക്കുകയാണ്. ഒന്നുകിൽ ദൈവം വിജയിച്ച ഐതിഹ്യമാകാം, അല്ലെങ്കിൽ ഒരു രാജാവ് വിജയിച്ച ചരിത്രമാകാം, ഇതുമല്ലെങ്കിൽ ഒരു ഗോത്രവർഗം മറ്റൊരു ഗോത്രവർഗത്തിന് മേൽ നേടിയ വിജയമാകാം. ലക്സംബർഗിലെ പിങ്ക് ഫെസ്റ്റിവലിന് പ്രണയത്തിൻ്റെ വിജയമാണ് കാരണം. എന്തായാലും വിജയമാണ് ഉത്സവങ്ങൾക്ക് കാരണം. എന്നാൽ ഈ ലോകത്തിൽ ഒരു നാട്ടിൽ, ഒരു ജനതയിൽ, ഒരു ഭാഷയിൽ, ഒരു സമൂഹത്തിൽ മാത്രം അവരുടെ പ്രധാന ഉത്സവത്തിന് പിന്നിലെ കാരണം വിജയമല്ല, മറിച്ച് വീണുപോയവൻ്റെ തിരിച്ചുവരവ്, തോറ്റുപോയവൻ്റെ മടങ്ങിവരവ്, അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഉയിർത്തെഴുന്നേൽപ്പ് എന്നതാണ്. അതുകൊണ്ടാണ് ആര് ചവിട്ടിത്താഴ്ത്തിലും ഇരുളിൻ പാതാളത്തിലൊരിക്കലുമേതോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും മാനവഹൃദയം എന്ന് സുഗതകുമാരി ടീച്ചർ എഴുതിയതുപോലെ ചവിട്ടിത്താഴ്ത്തിയ വാമനനെ അല്ല, മറിച്ച് മനുഷ്യ മനസ്സുകളിലേക്ക് സമഭാവനയോടെ മടങ്ങി വരുന്ന മാവേലിയുടെ തിരിച്ചുവരവിനെ, അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിനെ ഉത്സവമായി കാണുന്ന ജനതയാണ് നമ്മൾ. നമുക്ക് വിജയമല്ല ആഘോഷം, മറിച്ച് വീണുപോയവനും തിരികെ വരാനുണ്ട് നാളുകൾ എന്ന വളരെ പോസിറ്റീവായ ഒരു ഇൻസ്പിറേഷണൽ ചിന്തയാണ് നമ്മുടെ ഉത്സവത്തിൻ്റെ കാരണം. അതുകൊണ്ട് ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സന്തോഷം, കൂടിച്ചേരൽ, ഇതൊക്കെ അതിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഓണം എന്ത് എന്ന് ചോദിച്ചാൽ ചവിട്ടിത്താഴ്ത്തപ്പെട്ടവൻ്റെ മടങ്ങി വരവിനെ ദേശീയോത്സവമായി കാണുന്ന ഈ ലോകത്തിലെ ഒരേ ഒരു ജനത നമ്മൾ മലയാളികളാണ് എന്നുള്ളതിൻ്റെ വെളിപ്പെടുത്തലാണ് ഓണം. അതൊന്ന്. രണ്ട്, മാറ്റി നിർത്തുക. ഈ ചവിട്ടിത്താഴ്ത്തപ്പെടുന്നവരെ പോലെയാണ് മാറ്റി നിർത്തപ്പെടുന്നവർ, അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെടുന്നവർ, അതുവരെ ഒരു പ്രാധാന്യം കൊടുക്കാത്ത ആളുകൾ,
അവർക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ ദൈനംദിനം ഇതൊന്നും വളരെ വിലപിടിച്ച ആളുകളല്ല എന്ന് കരുതി ഒരുപാട് പേരെ മാറ്റി നിർത്തുന്ന നമ്മളുടെ മനസ്സിൽ അത് പാടില്ല. എല്ലാവർക്കും കൃത്യമായ പ്രാധാന്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ഉദാഹരണമാണ് 355 ദിവസവും കാടാണ്, പടർപ്പാണ്, വെട്ടിക്കളയ്, വൃത്തിയാക്ക് എന്ന് കൽപ്പിച്ച് നമ്മൾ മാറ്റി നിർത്തുന്ന മുക്കുറ്റിക്കും തുമ്പയ്ക്കും തിരുതാളിക്കും ഏത് മുല്ലപ്പൂവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം വരുന്ന 10 ദിവസങ്ങളാണ് ഓണക്കാലം അല്ലേ? ഓണത്തിൻ്റെ പൂക്കളങ്ങളിൽ തുമ്പപ്പൂവും മുക്കുറ്റിയും തിരുതാളിയും തൊട്ടാവാടിയും അല്ലേ, ഏതാണ് പ്രധാനം. അപ്പോൾ ഒന്നിനും പ്രാധാന്യമില്ലായ്മയില്ല എന്നും എല്ലാം പ്രധാനപ്പെട്ടതാണ്, തുല്യമാണ് എന്നുറപ്പുവരുത്തുന്ന ഒരു സമഭാവനയുണ്ടല്ലോ. അരികുവൽക്കരിക്കരുത് ആരെയും എന്നടയാളപ്പെടുത്തുന്ന ഒരു സമഭാവന. അതാണ് രണ്ടാമതായി ഓണത്തിൻ്റെ ഉത്സവം. മൂന്നാമത് ഓണത്തിനെ കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്, ചരിത്രത്തിലും ഉണ്ട് അടയാളപ്പെടുത്തുന്നത്. സത്യത്തിൽ നമ്മുടെ 3-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലും സഞ്ചാരകൃതികളിലും കേരളത്തിലെ ഓണത്തെക്കുറിച്ച് പരാമർശിക്കും. തമിഴ്നാട്ടിലെ മത്തനാറിൻ്റെ കാലഘട്ടത്തിൽ അവിടെ ഓണം ആഘോഷിച്ചിരുന്നു എന്നുണ്ട്. NV കൃഷ്ണവാര്യർ അഭിപ്രായപ്പെടുന്നത് അസീറിയ, പഴയ അറേബ്യൻ നാടുകളിൽ അസീറിയയിൽ ആരംഭിച്ച ഒരു ആഘോഷമാണ് ഓണമെന്നാണ്. ഭാസ്കര രവിവർമ്മ എന്ന രാജാവാണ് കോഴിക്കോട് വെച്ചിട്ടത് ആരംഭിച്ചത് എന്നും പറയുന്നവരുണ്ട്. ഐതിഹ്യം എന്തുമാകട്ടെ, ചരിത്രബോധം എന്തുമാകട്ടെ, അതിനെല്ലാം അപ്പുറത്ത് മാവേലി ഏതുവഴി വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. മാവേലി വരുന്നത് ഈ ശ്രാവണ മാസം അല്ലെങ്കിൽ ചിങ്ങമാസക്കാലത്ത് മണ്ണിൽ മുള പൊട്ടുന്ന വിത്തുകളുണ്ടല്ലോ, ആ വിത്തുകളിൽ പൊട്ടുന്ന മുളയാണ് മാവേലി. അതിലുണ്ടാകുന്ന ഉയിർപ്പാണ് മാവേലി എന്നൊരു സങ്കല്പമുണ്ട്. അതൊരു കൃഷിക്കാരൻ്റെ സങ്കല്പമാണ്. ലെറ്റ്സ് നോട്ട് ഗോ ടു ദ ടെമ്പിൾസ് എന്ന് തുടങ്ങുന്ന ടാഗോറിൻ്റെ വിഖ്യാതമായൊരു കവിതയുണ്ട്. അത് ആ കവിതയിൽ എഴുതുന്നത് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകേണ്ട, ദൈവത്തെ കാണാനെന്നാണ്. ദൈവത്തെ കാണണമെങ്കിൽ നിങ്ങളുടെ തീന്മേശയിൽ ആഹാരമൊരുക്കുവാൻ വേണ്ടി പകലന്തിയോളം പാടശേഖരങ്ങളിൽ പണിയെടുക്കുന്ന കറുത്ത മനുഷ്യൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന വിയർപ്പ് തുള്ളികളുണ്ടല്ലോ, ആ വിയർപ്പിൻ്റെ പേരാണ് ദൈവം എന്നാണ്. അതൊരു കാർഷികോത്സവമാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ഈ 3 കാര്യങ്ങൾ, ഇനിയും ഒരുപാട് പറയാനുണ്ട്, എങ്കിലും ഇതൊക്കെയാണ് എനിക്ക് ഓണം. നമ്മൾ പലപ്പോഴും ആഘോഷങ്ങളുടെ ഒരു പിന്നെ അതിൻ്റെ ഒരു സമയമായിട്ട് മാത്രം ഓണത്തെ കാണുന്നത്. ശരിക്കും സാർ പറഞ്ഞ പോലെ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വലിയ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിനുള്ള ഒരു ചേർത്ത് വെക്കൽ, അവരെ കൂട്ടിച്ചേർക്കാനുള്ള ആ ഒരു മെസ്സേജ് എവിടെയോ നമ്മളുടെ ആഘോഷങ്ങളുടെ ഇടയിൽ മറഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നാറുണ്ടോ? ഇല്ല, ഈ ആഘോഷങ്ങളിലും ഉണ്ടല്ലോ അത്. ഉദാഹരണത്തിന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ സർക്കാരിൻ്റെ ഓണാഘോഷ പരിപാടികൾ തീരുമാനിക്കുന്ന പ്രോഗ്രാം കമ്മിറ്റിയിലെ ഒരു അംഗം കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കൂ, നോക്കൂ, ഏത് കലാരൂപം, ഉദാഹരണം കഥാപ്രസംഗം, കേരളത്തിലെ ഒരു കാലത്ത് ഏറ്റവും ജനകീയ കലാരൂപമായിരുന്ന കഥാപ്രസംഗത്തിന് ഇന്നിപ്പോൾ വേദികളൊന്നുമില്ല. പക്ഷേ ഈ ഓണക്കാലത്ത് 10-40ഓളം കാഥികർക്ക് തിരുവനന്തപുരത്ത് മാത്രം വേദികൾ ഒരുക്കുന്നു. നാടൻ കലാരൂപങ്ങൾ, പടയണി അടക്കമുള്ള പ്രാക്തന രൂപങ്ങൾ, ക്ഷേത്രകലാരൂപങ്ങൾ, ഇങ്ങനെ ഇതുകൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന എത്രയോ ആളുകൾക്ക് ഈ ഓണക്കാലത്ത് അവസരം കിട്ടുന്നു. ഈ ഓണക്കാലത്ത് നമ്മൾ കാണുന്ന പ്രദർശന മേളകൾ, വിപണന മേളകളൊക്കെ ഉണ്ടല്ലോ, കുടിൽ വ്യവസായങ്ങളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വരെ വിപണന മേളകൾ. ഈ മേളകൾക്കൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്ന ചില കുടുംബങ്ങളിലേക്ക് നമ്മളൊന്ന് പോയി നോക്കണം. ഈ 10 ദിവസം കൊണ്ട് മാത്രമാണ് അവർ ഒരു വർഷത്തെ അവരുടെ ഏറ്റവും പ്രധാന വരുമാനം കണ്ടെത്തുന്നത് പോലും. അപ്പോൾ ഓണം എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് പ്രതീക്ഷാനിർഭരമായ നാളുകൾ ജീവിക്കുവാനുള്ള അവസരം ഉണ്ടാക്കുന്ന ഒന്നുകൂടിയാണ്. എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുമല്ലോ ഓണത്തിൽ. നമുക്ക് ഏറ്റവും ഓണം എന്ന് പറയുമ്പോൾ ഓണസദ്യയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ഓരോരുത്തർക്കും ഓരോ പ്രിയപ്പെട്ട വിഭവം ഉണ്ടാവും. എന്താണ് ആ ഏറ്റവും പ്രിയപ്പെട്ട വിഭവം? അത് ആരുണ്ടാക്കുമ്പോഴാണ് അതിന് ഏറ്റവും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്? നിങ്ങൾ ഈ ഷൂട്ട് ചെയ്യുന്നത്, ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളത് കാണിക്കുമ്പോൾ എൻ്റെ ഭാര്യ മാത്രമാണിത് കാണുന്നത് എങ്കിൽ ഞാൻ എൻ്റെ ഭാര്യ ഉണ്ടാക്കുമ്പോഴാണ് എന്ന് പറയാം. മറ്റ് പലരും കാണുകയാണെങ്കിൽ അവരുണ്ടാക്കുമ്പോഴാണെന്ന് പറയാം. ഓണസദ്യ ആരുണ്ടാക്കുന്നു എന്നതിന് യാതൊരു പ്രസക്തിയേ ഇല്ല. ഒന്നാമത്തെ കാരണം, അടിസ്ഥാനപരമായി ഞാനിവിടെ സദ്യ പ്രിയമുള്ള ഒരാളാണ്. ലോകത്തിലെ ഏത് രാജ്യത്തിൽ പോകുമ്പോഴും, പ്രോഗ്രാമിന് ഏത് ഹോട്ടലിൽ താമസിക്കുമ്പോഴും ആ രാജ്യങ്ങളിലെ തനത് ഭക്ഷണമല്ല, ഞാൻ അവിടെ ഊണ് കഴിക്കാൻ ഏതെങ്കിലും വീട്ടിൽ നിന്നെങ്കിലും ഊണ് അവിടെ അമേരിക്കയിലടക്കം കൊണ്ടുവന്ന് കഴിപ്പിക്കാറുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് സദ്യയോട് താല്പര്യമുള്ള ഒരാളാണ്. പായസത്തിനോട് വലിയ പ്രിയമുള്ള ആളാണ് ഞാൻ. ഒരു പായസപ്രിയനാണ്. ആഹാരമെല്ലാം ഇഷ്ടം തന്നെയാണ്. അച്ചാറുകൾ ഒക്കെ ഇഷ്ടമാണ്.
പിന്നെ ഇനി ആരുണ്ടാക്കിയാലും സദ്യ കഴിച്ച് പോകുമ്പോൾ ഇലയിലൊന്നും ബാക്കി ഉണ്ടാകരുത് എന്ന് നിർബന്ധമുള്ള ഒരാളുമാണ്. പഴയ കാലത്താണെങ്കിൽ കൂടുതൽ നമ്മൾ ഫിസിക്കലി മീറ്റ് ചെയ്തിട്ടായിരുന്നു എല്ലാവരും കൂടി വന്ന്, അങ്ങനെ എപ്പോഴും കൂടിച്ചേരലുകളുണ്ടെങ്കിലും ആ നമ്മളുടെ കൂടിച്ചേരലുകളിൽ സാറിന് എന്താ തോന്നുന്നു നമ്മളുടെ ഈ ഒരു വെർച്വൽ വേൾഡ് അല്ലെങ്കിൽ വെർച്വൽ റിയാലിറ്റി അതൊരു നല്ല ചോദ്യമാണ്. അതൊക്കെ ഒത്തിരി കവർന്നെടുത്തു എന്ന് സാറിന് തോന്നുന്നു? ലോകത്തെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കും, ഞാനല്ല നമ്മളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നത്, പണ്ടല്ല ഇപ്പോഴും പഠിക്കുന്നത് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റിനെ കുറിച്ചാണ്. ഭൂമി ഒരു പ്രതലമായിരുന്നുവെന്നും പല പാളികളായി തെന്നി മാറി സൂപ്പർ കോണ്ടിനെൻസും പിന്നീട് കോണ്ടിനെൻറ്റുകളും ഉണ്ടായതാണല്ലോ ജിയോഗ്രഫിക്കലായി നമ്മൾ പഠിക്കുന്ന കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ്. പക്ഷെ മനുഷ്യ സമൂഹത്തിലുണ്ടായ ഏറ്റവും വലിയ ഡ്രിഫ്റ്റ് അതൊന്നും ആയിരുന്നില്ല. അതിനൊക്കെ ശേഷം മാർട്ടിൻ കുയിപ്പർ ആ സംഗതി കണ്ടുപിടിക്കുന്നതിന് മുമ്പുള്ള ലോകവും അതിന് ശേഷമുള്ള ലോകവും എന്ന് ലോകം രണ്ടായി മാറി. ആ സംഗതി മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിന് മുമ്പുള്ള ലോകവും മൊബൈൽ ഫോണിന് പിന്നീടുള്ള ലോകവും. നമ്മുടെയൊക്കെ വീടുകളിലെ ഏറ്റവും വലിയ ആഘോഷം, ഏറ്റവും ആനന്ദം, ഏറ്റവും കൂടുതൽ ദ മോസ്റ്റ് സെലിബ്രേറ്റഡ് ടൈം, പോസിറ്റീവായാലും നെഗറ്റീവായാലും മോസ്റ്റ് ഡിസ്കസ്ഡ് ടൈം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അത്താഴമാണ്, ഡൈനിങ് ടേബിൾ. പക്ഷേ ഇപ്പോഴും നമ്മുടെയൊക്കെ വീടുകളിൽ അത്താഴമുണ്ട്. നിങ്ങളുടെ വീട്ടിലെ അത്താഴത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മക്കളും നിങ്ങളുമൊക്കെ ഒരുമിച്ചിരുന്നായിരിക്കും, കുടുംബം ഒരുമിച്ചായിരിക്കും കഴിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒപ്പം ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് അത്ര പെട്ടെന്ന് പക്ഷേ ഓർത്തെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം കഴിക്കുമ്പോൾ നിങ്ങളുടെ പോലും കൈ യാന്ത്രികമായി പ്ലേറ്റിൽ പോകുമെങ്കിലും മറ്റേ കൈ വാട്സപ്പിലും മൊബൈൽ ഫോണിലുമാണ്. ഓണക്കാലത്തെങ്കിലും അച്ഛനമ്മമാർ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി വൈകുന്നേരങ്ങളിലെ 2 മണിക്കൂർ നേരം ഈ ഓണക്കാലത്തെ ദിവസങ്ങളിലെങ്കിലും മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ച് മൊബൈൽ ഫോണിന് പകരം നിങ്ങളുടെ പ്രിയപ്പെട്ട ഇടമായി നിങ്ങളുടെ കുട്ടികളുടെ ഹൃദയങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായാൽ തന്നെ നമ്മുടെ കുട്ടികളുടെ ഓണം അസുലഭമായ അവസരമാകും. വെർച്വൽ വേൾഡ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളുടെ സമയത്തെ ഗ്രാബ് ഞാൻ വിർച്വൽ വേൾഡിനെ കുറ്റം പറയുന്നില്ല. വിർച്വൽ വേൾഡ് വളരെ ഒരുപാട് ആവശ്യമുള്ള ഈ കാലഘട്ടത്തിൻ്റെ വേഗതയ്ക്കനുസരിച്ച് സഞ്ചരിക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്ന ഒന്നാണ് വിർച്വൽ വേൾഡ്. വിർച്വൽ വേൾഡിൻ്റെയോ വിർച്വൽ സാഹചര്യങ്ങളുടെയോ വിർച്വൽ അഡ്വാൻറ്റേജസിൻ്റെയോ ഒക്കെ മികവ് വളരെ 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 വലുതാണ്. പക്ഷേ ആ മികവുകൾ ഉപയോഗിക്കേണ്ടത് എന്തിന്, ഉപയോഗിക്കേണ്ടത് എപ്പോൾ, ഉപയോഗിക്കേണ്ടത് എങ്ങനെ, ഇതറിയാതെ പോകുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഉപയോക്താക്കളാണ് അപകടകാരികൾ. വിർച്വൽ ലോകമല്ല അപകടകാരികൾ. അത്രേ ഉള്ളൂ. നമ്മുടെ കുട്ടികളോട് 85 എത്ര എന്ന് ചോദിക്കുമ്പോൾ കാൽക്കുലേറ്റർ മൊബൈലിൽ എടുത്തിട്ട് 85 × 8 = എന്നിങ്ങനെ 5 കുത്തുകൾക്ക് സമയം കണ്ടെത്തുന്ന കുട്ടികൾക്ക് 85 × 85 എത്ര എന്ന് ചോദിച്ചാൽ 8, നെക്സ്റ്റ് നമ്പർ 9, 8 × 9 72, 72 25 എന്ന് പറയാനുള്ള ഒരു നിമിഷം പോലും തലച്ചോറ് ഉപയോഗിക്കാതെ വരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മൊബൈൽ ഫോൺ കണ്ടെത്താൻ വേണ്ടി ഡാഡി മമ്മി എന്ന് മൊബൈൽ ഫോണിൽ കോണ്ടാക്ട് ലിസ്റ്റിൽ സെർച്ച് ചെയ്യേണ്ടി വരുമ്പോൾ അവിടെയാണ് അപകടം. ഈയിടെ ഒരാൾ മൊബൈൽ ഫോണിന് എൻ്റെ ഒരു സുഹൃത്ത് ഒരു പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ നോക്കിയപ്പോൾ അതിനകത്ത് ഹസ്ബൻഡ് 1, ഹസ്ബൻഡ് 2, ഹസ്ബൻഡ് 3 ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താ 3? അല്ല, ഹസ്ബൻഡിൻ്റെ 3 നമ്പേഴ്സാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ ഈ ഫോൺ നമ്പറുകൾ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഏറ്റവും ആവശ്യമുള്ള ഫോൺ നമ്പർ ഒന്ന് ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയാത്ത വണ്ണം മൊബൈൽ ഫോണിൻ്റെ ദുരുപയോഗം. മൊബൈൽ ഫോണ് അപകടകാരി എന്നല്ല, അത് ഉപയോഗിക്കുമ്പോൾ. തൃശ്ശൂർ പൂരം കാണാൻ മകനെ ക്ഷണിക്കുമ്പോൾ മകൻ പറയുന്നത് ഞാനത് വെർച്വലി കണ്ടോളാം എന്ന് പറയുന്ന കുട്ടിയാണ് അച്ഛനോട് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മളുടെ ഓണത്തിലും ഈ ഒരു അല്ലെങ്കിൽ ഓണത്തിൻ്റെ കോസ്റ്റ്യൂം ഇടുന്നത് തന്നെ ഒരു റീലെടുക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെ ചുരുങ്ങി പോകുന്നുണ്ടോ എന്നുള്ളതാണ്. സാറിന് അതെങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കൊരു ഗംഭീര പൂക്കളം നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. നമ്മുടെ കൺമുന്നിൽ വീട്ടിൽ നമ്മളിടുന്ന ഒരു പൂക്കളവുമുണ്ട്. മൊബൈൽ ഫോണിലെ പൂക്കളത്തിൻ്റെ ഭംഗി ഉണ്ടാവില്ല വീട്ടിലിടുന്ന പൂക്കളത്തിന്. പക്ഷേ വീട്ടിലെ പൂക്കളത്തിന് ഒരു ഗന്ധമുണ്ട്. മൊബൈൽ ഫോണിലെ പൂക്കളത്തിന് ആ ഗന്ധമില്ല. വീട്ടിലെ പൂക്കളം ഇട്ട് കഴിയുമ്പോൾ പുതിയ വസ്ത്രത്തിൽ പോലും ചില അഴുക്കും കറയുമായതിൻ്റെ തറയിൽ ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ മറ്റൊരാളുടെ സഹായത്തിനായി നീട്ടുന്ന കൈകളിലുണ്ടാകുന്ന ഒരു പാരസ്പര്യത്തിൻ്റെ ബന്ധമുണ്ട്. മൊബൈൽ ഫോണിൽ അതില്ല. പൂക്കളമല്ല, മനുഷ്യബന്ധങ്ങളിലും അതാണ്. ഓണം നമ്മളെ ഏറ്റവും ഗംഭീരമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം മഹത്തായ ത്യാഗം എന്നാണ്. ദ ഗ്രേറ്റ് സാക്രിഫൈസ് എന്നാണ് മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം. ത്യാഗമാണ്. എന്താണ് ത്യജിക്കേണ്ടത് എന്നാണ്. വസ്തുവും സ്വർണവും ആഭരണങ്ങളും ത്യാഗം ചെയ്യണമെന്നല്ല, ത്യജിക്കേണ്ടതല്ല. ഓണക്കാലത്ത് ഈ ഓണമൊക്കെ ഗംഭീരമായി ഓണത്തിന് വേണ്ടി അടുത്ത ഓണം എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന് ഓണം ആഘോഷിക്കുന്ന എന്നെ കേൾക്കുന്ന ഒരുപാട് പേരില്ലേ. ഓണത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ നമ്മളെല്ലാവരും മഹാബലികളാകണമെങ്കിൽ
ഒന്ന് ത്യാഗം ചെയ്യാൻ ഈ കാലത്ത് നമുക്ക് തയ്യാറാകണം. അത് ത്യാഗം ചെയ്യാൻ നമ്മൾ തയ്യാറല്ലാത്തതിൻ്റെ അപകടമാണ് ലോകമെമ്പാടുമുള്ളത്. നമ്മുടെ ഈ മനഃശാസ്ത്ര മേഖലയിലും പലരും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അത് കുറച്ചു നേരം ത്യാഗം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. അത് ഞാൻ എന്നതാണ്. ഞാൻ, എനിക്ക്, എൻ്റെ എന്ന സ്വകേന്ദ്രീകൃതമായ സ്വാർത്ഥബോധത്തിനെ ത്യാഗം ചെയ്യാനാണ്. 3 അടിക്ക് ശിരസ് 3-ാം അടിക്ക് കാട്ടിക്കൊടുക്കുന്നത് ഞാൻ എന്നതിനെ ത്യജിക്കുകയാണ്. അതുകൊണ്ട് ഈ ഓണക്കാലത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഗംഭീരമായി ചുംബിക്കുക. 24 മണിക്കൂറും ചുംബിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഉത്സവമാണ് ഓണം. 24 മണിക്കൂറും ചുംബിക്കാൻ കഴിയണം മനുഷ്യൻ. അപ്പോഴാണ് അവൻ ദൈവത്തോളം ഉയരുന്നത്. അതെന്തോ ഒരു കിളി പോയതുപോലെ തോന്നുന്നുണ്ടോ? ആരെ ചുംബിക്കുന്നതാണ് ഞാൻ ഈ ഉദ്ദേശിച്ച ചുംബനത്തിന്. കിസ്സിങ് അല്ലെങ്കിൽ ഓസ്കുലേഷൻ എന്ന കേവല അർത്ഥമല്ല, ചുംബനം തന്നെ. ചുംബിക്കാൻ എന്താ വേണ്ടേ? കൈയാണോ? പിന്നെ എന്തുകൊണ്ടാണോ ചുംബിക്കുന്നത്? ചുണ്ട്. വാവുണ്ടോ? ചുണ്ട്. ചുണ്ടല്ല, ചുണ്ടുകൾ. ചുണ്ടുള്ളതുകൊണ്ടല്ല, ചുണ്ടുകൾ വേണം. ഇനി ചുണ്ടുകൾ ഉള്ളതുകൊണ്ട് മാത്രം ചുംബനം നടക്കും. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ ഇരിക്കുമെന്ന് ശപഥം ചെയ്താൽ ചുംബനം ഉണ്ടാവോ? ഇല്ല. ചുണ്ടുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു നിമിഷത്തിൻ്റെ ഇടിമിന്നൽ പോലുള്ള ഇന്ദ്രജാലമാണ് ചുംബനം. ഇറ്റ് ഈസ് ദാറ്റ് പർട്ടിക്കുലർ മാജിക് മൊമെൻറ്റ്. ആ ചുംബനം സാധ്യമാകണമെങ്കിൽ ചുണ്ടുകൾ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, ചുണ്ടുകൾ തമ്മിൽ കൂടിച്ചേരണം, അല്ലേ? ഞാൻ എന്നൊന്ന് പറയൂ. ഞാൻ. ഉറക്കെ പറയൂ. ഞാൻ. നീ എന്നൊന്ന് പറഞ്ഞേ. നീ. നോക്കൂ, എന്ത് മേന്മ വിശ്വസിച്ചായാലും ജാതി, മതം, കുലം, ധനം, അധികാരം, പണം, പദവി, നിറം, എന്തിൻ്റെ പേരിലും ഞാൻ എന്ന് പറയുന്നോളും. ഒരു തവണയല്ല, പല കോടി തവണ ഞാൻ എന്ന് പറഞ്ഞാലും ഓരോ തവണ ഞാനെന്ന് പറയുമ്പോഴും ഈ ചുണ്ടുകൾ അകന്നു പോകും. ചുംബനം ഉണ്ടാകില്ല. ചുംബനം നിഷേധിക്കപ്പെടും. മറ്റൊന്നിനെ അപരനായി, മറ്റൊന്നായി, വേറെയായി കണ്ട് നീ എന്ന് കൽപ്പിക്കുമ്പോഴോ അപ്പോഴും ഈ ചുണ്ടുകൾ അകന്നു പോകും. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, എന്തിൻ്റെയെങ്കിലും പേരിൽ മറ്റൊന്നായി കൽപ്പിച്ച് നീ എന്ന് പറയുമ്പോഴും ഈ ചുണ്ടുകൾ അകന്നു പോകും. ചുംബനം ഉണ്ടാകില്ല. 24 മണിക്കൂർ ചുംബിച്ചാൽ നമ്മൾ ദൈവത്തോളം എത്തുമെന്ന് ഞാൻ പറഞ്ഞതിനൊരു അർത്ഥമേ ഉള്ളൂ. 1 കോടി തവണ ഞാൻ എന്ന് പറഞ്ഞാലും കൂടിച്ചേരാത്ത ചുണ്ടുകൾ, വിലക്കുന്ന ചുംബനം. പല കോടി തവണ നീ എന്ന് കൽപ്പിച്ചാലും അകറ്റപ്പെടുന്ന ചുണ്ടുകൾ, നിഷേധിക്കുന്ന ചുംബനം. അത് സാധ്യമാകുന്നത് ഒരു തവണയെങ്കിലും ആത്മാവിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ എന്ന വാക്ക് പറയുമ്പോഴാണ്, അല്ലേ? അപ്പോൾ ഞാൻ എന്നതിനെ ത്യാഗം ചെയ്യുകയും ബലി കൊടുക്കുകയും നമ്മൾ എന്നതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന നിമിഷം, ഞാൻ എന്നതിനെ ത്യാഗം ചെയ്യുന്ന മഹാബലി, മഹത്തായ ബലി ആണ് ഓണം. ഞാൻ ഇല്ലാതാവുകയും നമ്മൾ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ടാണല്ലോ ഓണം നമ്മുടെ ആഘോഷമാകുന്നത്. ഓണത്തിന് ഏറ്റവും നല്ല ഉദാഹരണം, ഓണത്തിനെ മറ്റൊന്നുമായി നമ്മൾ സാമ്യപ്പെടുത്തുകയാണെങ്കിൽ അഗ്നിയാണ് നല്ലത്, ഫയർ. മലയാളി എവിടെയുള്ള മലയാളിയായാലും, അത് ദുബായിൽ ജീവിക്കുന്ന മലയാളി ആയാലും, കാട്ടായിക്കോണത്ത് ജീവിക്കുന്ന മലയാളി ആയാലും, അങ്ങ് കാൻബറയിൽ ജീവിക്കുന്ന മലയാളി ആയാലും അവരാഘോഷിക്കുന്നുണ്ട് ഓണം, ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ബാരിയേഴ്സ്, അല്ലേ? എല്ലാ വിവേചനങ്ങൾക്കും അതീതം. കാരണം ഈ ഉത്സവം എല്ലായിടത്തുമുള്ള മലയാളിയെ ആ ചൂട് കായുവാൻ, ചൂട് സ്വീകരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സോഷ്യലിസ്റ്റിക് ഉത്സവമാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ നമ്മൾ എന്ന ചൂട് ഓണത്തിനുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് മഹാബലിയുടെ കാര്യവും ഈ ഓണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ സമയത്ത് മഹാബലി മുന്നിൽ വരികയാണെങ്കിൽ മഹാബലിയോട് ചോദിക്കാൻ അല്ലെങ്കിൽ പറയാൻ വേണ്ടി എന്തായിരിക്കും ഉണ്ടാവുക? മഹാബലി മുന്നിൽ വന്നാൽ മഹാബലിയോട് ഞാൻ പറയുക, സുപ്രീം കോടതിയിലല്ലെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം കേരളത്തിൻ്റെ ഹൈക്കോടതിയിലെങ്കിലും മഹാബലി ഒരു ഡിഫമേഷൻ കേസ് കൊടുക്കണം. മഹാബലി ഡിഫമേഷൻ കേസ് കൊടുക്കേണ്ടത് ഈ നാട്ടിലെ പല ക്ലബ്ബുകൾ, പല സംഘടനകൾ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾക്കെതിരെ മഹാബലി ഒറ്റയടിക്ക് ഡിഫമേഷൻ കേസ് കൊടുക്കണം. കാരണം ഈ പറയുന്ന ഇതിഹാസങ്ങളിൽ, എപ്പിക്കുകളിലൊക്കെ ഭരിച്ചിരുന്ന ജനതയെ അത്ര കണ്ട് സ്നേഹത്തോടെ ഭരിച്ച, എല്ലാം ഏകമായി കണ്ട ഏറ്റവും കരുത്തനായ ഒരാളാണ് മഹാബലി. വിശ്വജിത്ത് എന്ന യാഗം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അസൂയമുണ്ട ദേവന്മാർ വാമനനെ അയച്ചു എന്നാണ്. അപ്പോൾ ദാറ്റ് മീൻസ് അങ്ങനെ വീരൻ കൂടിയായിരുന്നു, വീരനായിരുന്നു. ഞാനൊക്കെ പണ്ട് 10-13 വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിലുണ്ടായിരുന്ന ചില മോശം ശീലങ്ങൾ കൊണ്ടും, പിന്നെ ഈ പറഞ്ഞതുപോലെ
ഊണ് ഒരു നിർബന്ധമാണ്, ചോറുണ്ണണം, വയറ് നിറയെന്നൊക്കെ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ വയറൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ മഹാബലി അങ്ങനെയല്ല. മഹാബലി ഒത്ത ശരീരവും കരുത്തുറ്റ യുദ്ധവീര്യവുമുള്ള ദ്രാവിഡ കരുത്തിൻ്റെ പ്രതീകമായ ഒരു മനുഷ്യനാണ്, ഒരു രാജാവാണ് മഹാബലി എന്ന സങ്കല്പം. നമ്മുടെ ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളുമെല്ലാം പൊണ്ണത്തടിയും കുടവയറും ഒക്കെയുള്ള ഒരാളായി മഹാബലിയെ എങ്ങനെയോ പണ്ടേ ചിത്രീകരിച്ച് ആ ഒരു രൂപം കൊടുത്ത് മഹാബലിയെ ഒരു കോമഡി പീസാക്കി മാറ്റുകയും കുടവയറാണ് മഹാബലിയുടെ ആഭരണം എന്നൊക്കെ ധരിക്കുകയും ഒരു എപ്പിക്കുകളിലും മഹാബലിയെക്കുറിച്ച് അതെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ജാതി മത വിവേചനങ്ങൾക്ക് അതീതനായി പെരുമാറിയ ദ്രാവിഡ ബോധത്തിൻ്റെ കരുത്തായ മഹാബലിയുടെ സങ്കല്പത്തിന് മേലിലെങ്കിലും ഏറ്റവും ഉറച്ച ശരീരവും ഒത്ത തടിയുമുള്ള കൃത്യമായ സിക്സ് പാക്ക് അല്ലെങ്കിൽ കൃത്യമായ ദ്രാവിഡ പുരുഷ രൂപമുള്ള ഒരാളാകണം മഹാബലി. ഇനിമേൽ എൻ്റെ പേരിൽ കുടവയറും ഓലക്കുടയും പൂണൂലുമുള്ള രൂപങ്ങൾ വന്നാൽ അവർ പാതാളത്തിൽ വന്ന് എനിക്ക് മാനനഷ്ടം തരണം എന്ന കേസ് കൊടുക്കാൻ എന്തേ അങ്ങ് വൈകുന്നത് എന്നാകും ഞാൻ മഹാബലിയോട് ചോദിക്കുക ഏറ്റവും ആദ്യത്തെ കാര്യം. പിന്നെ ആ ചോദ്യത്തിന് ശേഷം മഹാബലിയോട് ഒന്നുകൂടി എനിക്ക് പറയാനുണ്ടാകും. അത് വിശ്വജിത്ത് എന്ന യാഗം കേരളത്തിൻ്റെ രാജാവായിരുന്ന മഹാബലി നടത്തിയപ്പോൾ അസൂയ പൂണ്ട ആര്യ രൂപങ്ങൾ വാമനത്തിൻ്റെ വേഷത്തിൽ അവതരിച്ച് ദ്രാവിഡ രാജ്യത്തിനെ തകർക്കാൻ നോക്കിയെന്നാണല്ലോ ഇതിഹാസം. അല്ലയോ മഹാബലി പല പട്ടികകളിലും ഗ്ലോബലായ ദേശീയമായ പല കണക്കുകളിലും വിശ്വജിത്ത് എന്ന് അവകാശപ്പെടുവാൻ കഴിയുന്ന രീതിയിൽ പല മേഖലകളിലും കേരളം നമ്പർ 1 മാറിക്കഴിഞ്ഞിരിക്കുമ്പോൾ പശ്ചിമഘട്ടങ്ങളെ കയറി ഹിമാചലങ്ങൾക്കപ്പുറത്തേക്ക് ലോകത്തിന് പല കാര്യങ്ങളിലും മാതൃകയായി മാറിയിരിക്കുന്നു അങ്ങയുടെ കേരളം എന്ന് അഭിമാനത്തോടെ ആധുനിക കേരളത്തിലെ മലയാളി എന്ന രീതിയിൽ പറയുകയും ചെയ്യും. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഒരു നിറഞ്ഞ ഓണസദ്യ പോലെ. പണ്ട് നിങ്ങളിത് പറയുമ്പോൾ ഞാൻ ആലോചിച്ചതേ, അതുകൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം ആരംഭിക്കുന്നത് എൻ്റെ 15-ാം വയസ്സിലാണ്. അത് പ്രീ ഡിഗ്രി പഠിച്ചു തുടങ്ങുന്ന കാലം റേഡിയോയിലാണ് ഞാൻ തുടങ്ങുന്നത്. നിങ്ങൾക്ക് പരിചയം ഉണ്ടാകാൻ വഴിയില്ല, കുറച്ചുകൂടെ മുതിർന്ന ആളുകൾക്കറിയാം. ആ റേഡിയോയിൽ അന്ന് ഒരുപാട് പേർ കത്തുകൾ അയക്കുന്ന ആരാധകരൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെയും ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് പണ്ടേ അറിയാൻ കേട്ടോ. ഞാൻ പറഞ്ഞ അശ്വമേധം കാണാം. അല്ലല്ല, കുട്ടിക്കാലത്ത് എനിക്കറിയാം. ഞാൻ പറഞ്ഞു എങ്ങനെ? അല്ല, ഞാൻ റേഡിയോയിൽ അന്ന് എന്നും കേൾക്കുമായിരുന്നു, എല്ലാ ആഴ്ചയും ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു നിമിഷം എന്ന് പറഞ്ഞൊരു പരിപാടിയായിരുന്നു. അപ്പം അന്ന് ഒരുപാട് ശ്രോതാക്കളുണ്ടായിരുന്നു, ഫാൻസ്. ഇപ്പം പറ്റില്ല. അന്നത്തെ ആ ഒരു 15 വയസ്സിൻ്റെ ഒരു മിടുക്ക് കൊണ്ടോ അല്ലെങ്കിൽ അന്നത്തെ ഒരു എന്താ പറയുക എന്തും ചെയ്യാമെന്നുള്ള ധൈര്യം കൊണ്ടോ ഒക്കെ അന്ന് പറ്റിയത്. ഇപ്പം പ്രായമൊക്കെ ആയില്ലേ, 10-30 വയസ്സായില്ലേ. അന്ന് ആരെങ്കിലും ഒരു വിഷയം പറയും, അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ഈ പറഞ്ഞ വാക്കാവർത്തിക്കാതെ മുക്കാതെ നിർത്താതെ വേഗതയിൽ സംസാരിച്ചു കൊണ്ടിരിക്കും. ഞാനിങ്ങനെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ നോക്കിയപ്പോൾ മഹാബലി ഇവിടെ വന്നിരിക്കുന്നത് പോലെ തോന്നി. അപ്പം ഞാൻ മഹാബലിയോട് ചോദിച്ചു, ഇങ്ങനെ 15-ാമത്തെ വയസ്സൊന്ന് തിരിച്ചു തരാൻ പറ്റുമോ? പറഞ്ഞവരോട് അതൊക്കെ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഓണത്തെക്കുറിച്ചും മഹാബലിയെക്കുറിച്ചും ഒക്കെ ഒരുപാട് പുകഴ്ത്താം. അപ്പോൾ മഹാബലി എന്നോട് ഇങ്ങനെ പറയുന്നത് എനിക്ക് കേൾക്കാം. എൻ്റെ കുടവേറുണ്ടെന്ന് ഒരു തെറ്റ് പറയുന്നത് അതൊക്കെ തിരുത്തണം. ഞാൻ അതെല്ലാം ചെയ്തോളാം. എനിക്ക് എൻ്റെ 15 വയസ്സിൻ്റെ വരം തരണം. എനിക്ക് ഈ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുമ്പോൾ പണ്ട് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് പറയാനുള്ളൊരു മിടുക്ക് തരണം. അപ്പം അങ്ങേരോട് ചേട്ടാ അതിനുള്ള കാലം കഴിഞ്ഞ് പ്രായമായില്ല, ഇനി അതൊന്നും പറ്റില്ല തന്നെ കൊണ്ട്. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ വഴുന്ന മഹനീയോദരമായ ഒരു കാലഘട്ടത്തിൻ്റെ സ്മൃതി നിർത്തുന്ന ഓണാഘോഷത്തിൽ ജാതിമതഭേദം മുന്നിപ്പിടിക്കുന്ന അപാലവൃദ്ധ മലയാളികൾ മാപ്പിളമയിൽ നിന്ന് പ്രചോദനം ആർജിച്ച് നല്ലൊരു ഭാവി നിർത്താനുള്ള തങ്ങളുടെ പ്രതിജ്ഞാബദ്ധതയ്ക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യുന്നതെന്ന് മാനവികതര മഹത്വം ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കുന്ന ഇത്തരം ഉത്സവങ്ങൾ നമ്മളിൽ അന്യത കാണാറുള്ള ഉച്ചതത്വങ്ങൾക്ക് താൽക്കാലികമാണെങ്കിൽ പോലും വിരാമിടുമ്പോൾ അതിൻ്റെ പുരാവർത്തനത്തിന് പുതിയ അർത്ഥം കണ്ടെത്താനും മനുഷ്യൻ്റെ മൗലിക സത്തയോട് അന്വയിപ്പിച്ചുകൊണ്ട് തന്നെ സ്നേഹത്തോട് സഹതാപാത്രമായ ധാരാപ്രവാഹമായി മനുഷ്യർ മാറ്റുവാനും കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ വസന്തമലർവാടിയിൽ ഇച്ഛാശക്തിയുടെ കാകളിവാടി കർമ്മത്തിൻ്റെ കാഹളം മൂതി പുഷ്പഫല ധനധാന്യ സമൃദ്ധമായ ചിങ്ങപ്പിലരിയിൽ കുളിച്ചീറനെടുത്ത് തലമുടിയിൽ പുല്ലപ്പൂവും ചൂടി അത്തപ്പൂക്കളം ഒരുക്കിയതിനു ശേഷം എൻ്റെ വാക്കുകൾക്ക് വേണ്ടി മുന്നിലിരുന്ന ഈ പ്രിയപ്പെട്ട സുന്ദരികളായ സ്ത്രീകളോടൊപ്പമുള്ള ഓണാശംസകൾ നേരുന്നതിനോടൊപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സർവ്വ മനുഷ്യർക്കും ഒരുമിച്ച് ജീവിക്കുവാനും ഒന്നായി കാണുവാനും ചുംബനം എന്നത് പാരസ്പര്യത്തിൻ്റെ പ്രതീകമാണെന്ന് അടയാളപ്പെടുത്തുവാനും കഴിയുന്ന ഉജ്ജ്വലമായ ദിനരാത്രങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്ന പഴയ 15-കാരൻ്റെ മനസ്സോടെ എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിന് ഞാൻ ഇന്നും കുട്ടിയാണെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സ്വന്തം GS.